വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ കേരളത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആണ് വിശാഖപട്ടണത്ത് നിന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കി അസം സ്വദേശിനിയായ 13കാരി ഇപ്പോൾ കേരളത്തിലേക്ക് തിരികെ എത്തിച്ചിട്ടുള്ളത്. ഇനി പെൺകുട്ടിയുടെ നിലപാട്, അതോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒക്കെ വ്യക്തമായതിനു ശേഷം ആയിരിക്കും പെൺകുട്ടിയെ എവിടെ ഏൽപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. നേരത്തെ തന്നെ വിശാഖപട്ടണത്തിലേക്ക് കേരള പോലീസ് സംഘം എത്തുകയും അവിടെ നിന്ന് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കുട്ടിയെ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആണ് ട്രെയിൻ മാർഗം കുട്ടിയുമായി കേരള പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചത്. പഠനം തുടരണം എന്നത് ഉൾപ്പെടെയുള്ള ആഗ്രഹം കുട്ടി ഉദ്യോഗസ്ഥരോട് അറിയിച്ചിട്ടുണ്ട്. അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് വീട് വിട്ടിറങ്ങിയത് എന്ന് തന്നെയാണ് കുട്ടി പറഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പെൺകുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. 37 മണിക്കൂർ കേരളം ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ആയിരുന്നു. പെൺകുട്ടിയെ കാണാനില്ല. അസം സ്വദേശിയായ 13കാരിയെയാണ് കാണാതായത് എന്ന വാർത്ത പുറം ലോകം അറിഞ്ഞതോടെ ഓരോ മലയാളിയും ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ആയിരുന്നു. പിന്നീട് കേരള പോലീസ് അടക്കം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ആണ് പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്കാണ്, അതായത് കന്യാകുമാരിയിലേക്കാണ് യാത്ര ചെയ്തത് എന്ന വിവരം ലഭ്യമാകുന്നു. അതിൻ്റെ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ നടത്തിയത്. അതിനിടെ പെൺകുട്ടിയെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മറ്റൊരു യുവതി എടുത്ത ചിത്രം, ആ ചിത്രം പെൺകുട്ടിയുടേത് എന്ന് ഉറപ്പിക്കാൻ പോലീസിന് സാധിച്ചു. അതോടുകൂടി പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് തന്നെ യാത്ര തിരിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങുകയും അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച ശേഷം തിരികെ ട്രെയിനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാവുകയും ചെയ്തതോടുകൂടിയാണ് അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടായത്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതോടൊപ്പം തന്നെ ഡാൻ കുര്യനുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ? ഏത് ട്രെയിനിൽ ആണ് അവർ എത്തിയത്? എന്താണ് മറ്റു വിവരങ്ങൾ? സമയം മുമ്പാണ് തിരുവനന്തപുരത്ത് 4 സംഘം, അതായത് കഴക്കൂട്ടം SI രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാർ അടങ്ങിയ 4 സംഘമാണ് 13കാരിയുമായി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ കേസ്, ഈ കുട്ടിയെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തത് കഴക്കൂട്ടം സൈബർ സിറ്റി പോലീസ് സ്റ്റേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജുറിസ്ഡിക്ഷനായി കടന്നു വരുന്നത് ആറ്റിങ്ങലായിരിക്കും. സ്വാഭാവികമായി ആറ്റിങ്ങൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ കുട്ടിയെ ഹാജരാക്കേണ്ടതുണ്ട്. അതുവരെ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ, ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കുട്ടി നിർദ്ദേശം നൽകുന്ന അടിസ്ഥാനത്തിലായിരിക്കും അൻവർ ഹുസൈൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം, കുടുംബാംഗങ്ങൾക്കൊപ്പം കുട്ടിയെ വിടണമോ എന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. അവർ പൂർണ്ണമായി ഇവിടെ നിന്ന് തിരികെ ആസാമിലേക്ക് മടങ്ങാനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിൽ വാർത്തയായി മാറുകയും സ്വാഭാവികമായി അതിന്റെ ഒരു മാനസിക പ്രയാസങ്ങളൊക്കെ അൻവർ ഹുസൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരികെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ വിശദമായ അന്വേഷണം, ഈ കുട്ടി ഇവിടെ നിന്ന് വീട് വിട്ടു പോകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി കുട്ടി ഇനി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാതാപിതാക്കളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ 37 മണിക്കൂർ കേരളത്തെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണ് വിശാഖപട്ടണത്ത് നിന്ന് ഈ 13കാരിയെ ട്രെയിനിൽ ക്ഷീണിച്ച അവസ്ഥ നിലയിൽ ഉറങ്ങുന്ന അവസ്ഥയിൽ കണ്ടെത്തുന്ന സാഹചര്യം മലയാളി സമാജം പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, കൈവശം 50 രൂപ മാത്രം, 1650 കിലോമീറ്ററുകൾക്കപ്പുറത്ത് 3 സംസ്ഥാനങ്ങൾ പിന്നിട്ട് വിശാഖപട്ടണം വരെ എങ്ങനെ തനിച്ച് പോയി എന്ന ചോദ്യം അത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. കാരണം കന്യാകുമാരിക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ പാറശാലയ്ക്ക് അപ്പുറത്തേക്കൊന്നും ഈ കുട്ടി പോകാനുള്ള സാധ്യത ഇല്ല എന്നൊരു വിലയിരുത്തലായിരുന്നു ആദ്യം പരിശോധനകൾ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് 3 സംസ്ഥാനങ്ങൾ പിന്നിട്ട് ഒടുവിൽ വിശാഖപട്ടണം വരെ ഈ കുട്ടി എത്തിയെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മനോധൈര്യം അത് ഭയങ്കരമാണ് എന്ന് അന്ന്
ഈ കണ്ടെത്തുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന മലയാളി സമാജം പ്രവർത്തകരടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുടെ മണിക്കൂറുകളാണ്. 37 മണിക്കൂറുകൾക്കപ്പുറത്ത് മാറിപ്പോയത്. അവൾ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ഒരു കുട്ടിയാണെങ്കിലും മലയാളം അല്ലെങ്കിൽ കേരളക്കരെ അവളെ നെഞ്ചോട് ചേർക്കുകയാണ്. സ്വാഭാവികമായി വലിയ ഒരു സന്തോഷത്തോടെയാണ് കേരള പോലീസ് സംഘം അവളുമായി തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്.